ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു കടുകപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു നാരങ്ങയാണ്. നമുക്കിതൊരു വെള്ളയ്ക്ക് അച്ചാറിടാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം എന്നിട്ട് നമുക്ക് ഈ നാരങ്ങയെല്ലാം ചെത്തിയെടുക്കാം. ഇങ്ങനെ നമുക്ക് കണ്ടിച്ചിട്ട് തൊലിയെല്ലാം ചെത്തി കളയണം. ഇങ്ങനെ തൊലിയെല്ലാം ചെത്തി മൊത്തം തൊലിയും ചെത്തി കളയണം. ഇങ്ങനെ ചെത്തി നല്ല വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിത് അരിയാം. രണ്ടെല്ലാം കീറി ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിച്ചെടുക്കണം. ഓരോ പീസാക്കി ഇങ്ങനെ കണ്ടിച്ചിട്ട് അരിയൊക്കെ ഉണ്ടെങ്കിൽ കുത്തിക്കളഞ്ഞാലും നല്ലതാണ്. അല്ലെ അച്ചാറിടുമ്പോൾ നമുക്ക് അരി കടിക്കും. ഇതിൻ്റെ കുത്തിയെല്ലാം കളഞ്ഞിട്ട് വേണം ഇത് അരിയാൻ. കണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഓരോ കഷ്ണമായിട്ട്. ഈ വലുപ്പത്തിൽ നമുക്ക് അരിയണം ഇത്. ഇനി നമുക്കിതെല്ലാം അരിഞ്ഞുകൊണ്ട് വരാം. കുരു വരുന്നതൊക്കെ അങ്ങ് കളയണമേ. എന്നിട്ട് ഇതുപോലെ വലുപ്പത്തിൽ അരിയണം. നാരങ്ങ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വാരി വെക്കാം. എല്ലാം വാരി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ടൊന്ന് ഞെരടി വെക്കാം. നമുക്കൊന്ന് കുടഞ്ഞ് ഉപ്പ് പിടിക്കട്ടെ. ഉപ്പൊന്ന് പിടിച്ച് ഇളക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അച്ചാറിടാം. അച്ചാറിടുന്ന കാണിക്കാമേ. നാരങ്ങ അച്ചാറിടാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അത് ചൂടാകട്ടെ. നമുക്ക് കടുകിടാം. എണ്ണയൊന്ന് ഇനി കടുകിടാം. കുറച്ച് ഒരു സ്പൂണിന് വെള്ളയ്ക്ക് ഇടുമല്ലേ, അതിൽ ഇച്ചിരി കടുക് നല്ലതാണ്. ഇച്ചിരി ഏറെ ഇടുന്നത്. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുവാണ്. ഈ വെളുത്തുള്ളി ഇടാം. 50 ഗ്രാം വെളുത്തുള്ളിക്കുണ്ട്. പിന്നെ ഒരു കൊത്ത് ഇഞ്ചി നീളത്തിലരിഞ്ഞത്. രണ്ടും ഒന്ന് മൂക്കട്ടെ. നല്ലെണ്ണയ്ക്കകത്ത് ഇടണേ. അന്നേരം കേടാകത്തില്ല. ഇരുന്നാൽ ഇത്തിരി ദിവസം ഇരിക്കുവാണെങ്കിൽ അഴുത്തൊന്നും ആകത്തില്ല. നല്ലെണ്ണയ്ക്കകത്ത് ഇട്ടാൽ. കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പരുവത്തിന് മൂത്തു. അതുകൊണ്ട് ഇത്രയും മൂത്താൽ മതി. നമുക്ക് ഇതിനകത്തോട്ട് കാന്താരിക്കകത്താണ് ഇടുന്നതിൻ്റെ കാന്താരി അങ്ങോട്ട് ഇടാം.
അതിനകത്തോട്ട് നമുക്ക് നാരങ്ങ ഇടാം. കാന്താരി ഇട്ടിട്ട് കാന്താരി എണ്ണയ്ക്കകത്ത് ഒത്തിരി നേരം കിടക്കുമ്പം പൊട്ടിത്തെറിക്കും. അന്നേരം കാന്താരി ഇട്ട് അവിടുന്ന് ഈ നാരങ്ങായും കൂടെ അങ്ങ് ഇട്ടോണേ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇതിനകത്തോട്ട് ഇച്ചിരി കുറച്ച് ഉലുവാപ്പൊടി ഇടാം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കായം, എന്നാൽ ഇത്രയും ഉണ്ടക്കായം കണ്ടിച്ചായിടുന്നത്. പിന്നെ പൊടിക്കായം ഇട്ടാലും നല്ലതാണ്. പൊടി ഇട്ടാലും മതി, ഇത്രയും കായം ഇല്ലെങ്കിൽ. ഇതിനകത്തോടെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇച്ചിരി വെള്ളം കൂടെ വേണം ഇതിന്. ഇതൊന്ന് വെന്തൊന്ന് നല്ലതായിട്ടൊന്ന് വേകട്ടെ. ഇത് എന്തായാലും അളിഞ്ഞൊന്നും പോത്തില്ല. ഇത് അതുപോലെ ഇരിക്കും. ഇപ്പം ആദ്യമേ കുറച്ചിട്ട് നമ്മൾ ഇളക്കി വെച്ചായിരുന്നു. ഉപ്പൊന്ന് നോക്കട്ടെ. ഇല്ലേ, കുറച്ച് ഉപ്പിടണം. ഇച്ചിരി ഉപ്പും കൂടെ വേണം. അവിടെ ഇരിക്കട്ടെ. നല്ലവണ്ണം തിളക്കട്ടെ. ഇവിടെ നാരങ്ങ അച്ചാർ റെഡിയായി. കടുകപ്പുളി നാരങ്ങയാണ് വെള്ളയ്ക്കായിട്ടിരിക്കുന്നത്, കാന്താരിക്കകത്തായിട്ടിരിക്കുന്നത്. കാന്താരിയും ചേർക്കാം, പച്ചമുളക് കീറിയിട്ടും അച്ചാറുണ്ടാക്കാം. അപ്പോൾ കാന്താരി ഉള്ളത് കൊണ്ട് കാന്താരിക്കകത്താണ് ഇട്ടേക്കുന്നത്. നല്ലൊരു അച്ചാറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. സദ്യയ്ക്ക് വിളമ്പാം. സദ്യയ്ക്കൊക്കെ ആണെങ്കിൽ പായസം കുടിക്കാനൊക്കെ ഈ അച്ചാർ നല്ലതാണ്. അതുപോലെ തന്നെ ഓണത്തിനാന്നേലും നമ്മൾ ഓണമല്ലേ, ഓണത്തിന് ഇലയ്ക്കകത്ത് ഒരു കൂട്ടം അച്ചാർ ഇത് വെക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നല്ലൊരു അച്ചാറാണ്. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.